ഹായ് ഫ്രണ്ട്സ്, ആൻസിൽ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ജീവിതത്തിൽ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യമായിരിക്കും സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുകയെന്ന്. പക്ഷേ അതിലൊരു 50% ആളുകൾ മാത്രമാണ് ഒരു ഒബ്ജക്റ്റീവ് വെച്ചുകൊണ്ട് ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കാറുള്ളൂ. അതിലൊരു 10% ആളുകൾക്ക് സക്സസ് ആയ റിസൾട്ടും കിട്ടാറുള്ളൂ. എന്തുകൊണ്ടാണ് ബാക്കി 40% ആളുകൾക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്തത്? ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഇവിടെ നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഉദാഹരണമായി എടുക്കുന്നത് ഒരു റീറ്റെയിൽ ബിസിനസ് ഓർഗനൈസേഷനാണ്. എങ്ങനെയെല്ലാം അതിൽ സെയിൽസ് കൂട്ടാം, ആ റീറ്റെയിൽ സ്റ്റോറിനെ എങ്ങനെയെല്ലാം അറേഞ്ച് ചെയ്ത് നമ്മുടെ അൾട്ടിമേറ്റ് ഗോളായ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നും ചില ടിപ്സിലൂടെ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. ടിപ്പ് നമ്പർ 1, ഹൗസ് കീപ്പിംഗ്. അതായത് നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റോർ ക്ലീൻ ആൻഡ് നീറ്റായി സൂക്ഷിക്കണം. കാരണം വൃത്തിയുണ്ടെങ്കിൽ മാത്രമേ ഏതൊരാളും അങ്ങോട്ട് കയറാൻ ഇഷ്ടപ്പെടുള്ളൂ. ഒന്നുകിൽ എല്ലാ ദിവസവും വൃത്തിയാക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും. കാരണം കസ്റ്റമേഴ്സ് സ്ഥിരമായി സ്റ്റോറിൽ കയറി ഇറങ്ങുന്നതാണ്. അതിനെ നമ്മുടെ ബിസിനസ്സിൻ്റെ സ്ഥിതി അനുസരിച്ച് അത് മെച്ചപ്പെട്ടതാണെങ്കിൽ ഒരു സ്റ്റാഫിന് വയ്ക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം ചെയ്യാം. ടിപ്പ് നമ്പർ 2, ലൈറ്റിംഗ്. നല്ലൊരു ലൈറ്റിംഗ് സെറ്റപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഏതൊരു റീറ്റെയിൽ സ്റ്റോറിനും. കാരണം സ്റ്റോർ ഡിസ്പ്ലേ നന്നായി കാണാൻ അത് കസ്റ്റമറെ സഹായിക്കും. റിസർച്ചുകൾ പറയുന്നത് 20% സെയിൽസ് കൂട്ടാൻ നല്ലൊരു ലൈറ്റിംഗ് സെറ്റപ്പിന് കഴിയുമെന്നാണ്. പ്രധാനമായും ഹാലോജൻ ലാംപ്സ്, സ്പോട്ട് ലൈറ്റ് തുടങ്ങിയവയൊക്കെയാണ് ഉപയോഗിച്ച് കാണുന്നത്. ടിപ്പ് നമ്പർ 3, ഏതൊരു ഓർഗനൈസ്ഡ് റീറ്റെയിൽ സ്റ്റോർ എടുത്താലും നമുക്ക് കാണാൻ കഴിയുന്നൊരു പ്രത്യേകതയാണ് മ്യൂസിക്. ഒരു ലൈറ്റ് മ്യൂസിക്കിന് ഒരു കസ്റ്റമറെ കൂടുതൽ കംഫർട്ടബിളായി സാധനം പർച്ചേസ് ചെയ്യാൻ സഹായിക്കും. FM റേഡിയോ, TV ചാനൽസ് തുടങ്ങിയവ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിലൂടെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പരസ്യം നിങ്ങളുടെ കസ്റ്റമേഴ്സ് കേൾക്കാൻ സാധ്യത കൂടുതലാണ്. ടിപ്പ് നമ്പർ 4, സിഗ്നേച്ചർ. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോറിന് ഒട്ടും ചിലവില്ലാതെ ഒരു പരസ്യം കൊടുക്കുന്ന ടെക്നിക്കാണ്. അതായത് സ്റ്റോറിൻ്റെ സ്റ്റൈൽ, സൈസ്, കളർ, അതിൻ്റെ ലേഔട്ട് തുടങ്ങിയവയെല്ലാം നന്നായാൽ 75% സെയിൽസ് ആ ഷോപ്പിലുണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ടിപ്പ് നമ്പർ 5, വിൻഡോസ്. അതായത് ട്രാൻസ്പെറൻ്റ് ഗ്ലാസ്സുകളൊക്കെ നമ്മുടെ സ്റ്റോറിൻ്റെ വാളിന് പകരം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് പുറത്തോട്ട് പോകുന്ന ആൾക്കാർക്ക് സ്റ്റോറിലെ പുതിയ കളക്ഷൻസ് മനസ്സിലാക്കാൻ സഹായിക്കും. സീസൺ ടൈമിലെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിശ്ചിത ഇടവേളകളിൽ ഡിസ്പ്ലേ മാറ്റാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിന് നഷ്ടമാകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്തിടുക. വീണ്ടും കാണാം. നന്ദിപൂർവ്വം. ഇറ്റ്സ് മീ, ആൻസിൽ ജോസഫ്.